ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് പോകുന്നതാണ്. അപ്പൊ ആദ്യ വഴിയിൽ ഇത് ഇവളെയും പിക്ക് ചെയ്താണ് കേട്ടാ പോയത്. സ്റ്റേഷൻ വരെ പോകാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അങ്ങനെ സ്കൂട്ടി കൊണ്ടുവന്ന് ഒരിടത്ത് സേഫ് ആക്കി വെച്ച് ട്രാക്കിൽ കൂടെ പോയി നേരെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിൻ വന്നു, ഞങ്ങളെ കയറി. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്ത് എത്തിയത്. എന്തായാലും കയറിയപാടെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയായിരുന്നു. കുറെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അവസാനം ട്രിവാൻഡ്രത്ത് എത്തി. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാര്യം സാധാരണയുള്ള മീറ്റിങ്ങും ട്രെയിനിങ്ങിലൊക്കെ ഞങ്ങൾ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് പോകാറുള്ളത്. ട്രെയിനിങ് സെന്റർ രജിത്താക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അലയേണ്ടി ഒന്നും വന്നില്ല. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇതേ സെന്ററിൽ എത്തിയേ. പക്ഷേ എത്തിയതിന്റെ അതേ സ്പീഡിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ആവേശത്തിന്റെ പുറത്ത് എത്രയും വേഗം സെന്ററിലൊക്കെ എത്തും. പക്ഷേ എടുക്കേണ്ട സാധനങ്ങൾ കൃത്യമായി ഞങ്ങൾ എടുക്കാറില്ല. അങ്ങനെ ഞങ്ങൾ പ്രിന്റ് ഒക്കെ എടുത്തതേ നേരെ തിരിച്ചു കയറി വന്നപ്പോൾ ഒരുവിധം എല്ലാവരും പ്രസന്റ് ആയിരുന്നു. നമ്മൾ ഉയരെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങിനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ CDSലെ റിസോഴ്സ് പേഴ്സൺസ് ആണ് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ക്യൂ നിന്നു, ചായ കുടിച്ചു. ഞാൻ പരിപാടിയൊന്നും ഉദ്ദേശിച്ചത് ഈ ചായ കൂടിയല്ല. ഒട്ടും ബോറടിക്കാത്തൊരു സെഷൻ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇന്ന് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ രണ്ടാമത്തെ ക്യൂ വന്നു, ഉച്ചയ്ക്കുള്ള ഫുഡ്. നമ്മുടെ കുടുംബശ്രീയുടെ എല്ലാ പ്രോഗ്രാമും, ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമിന് ട്രെയിനിങ്ങിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ സൂപ്പർ ആണ് കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള സെഷൻ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ ഇന്നത്തെ ഒരു ട്രെയിനിങ്ങിന് ഇരുന്നത്. സെഷനൊക്കെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമില് പാട്ടും അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചൊക്കെ ഭയങ്കര രസമായിരുന്നു. വൈകുന്നേരത്തെ ചായ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ചായയും കിട്ടി, സമൂസയും കിട്ടി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതേ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷന് വന്നു. ആ ടൈമിൽ ട്രെയിൻ ഉള്ളത് കൊണ്ട് ടിക്കറ്റ് എടുത്ത് നേരെ വീട്ടിലോട്ട് വന്നു.